حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله. ലോഹ്റിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ടിക്കറ്റും പാസ്പോർട്ടും കയ്യിൽ തന്ന് ഈ ഒന്ന് നാട്ടിൽ പോയി വന്നാർ. ഞാനാകെ അന്തം വിട്ടു. കല്യാണം കഴിഞ്ഞ് പോയിട്ടാണേ 3 മാസമല്ലേ ആയുള്ളൂ. പണിയൊക്കെ ഒന്ന് സെറ്റായി വന്നതേ ഉള്ളൂ. മൂപ്പരിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് ഈ പെട്ടെന്ന് പോയി വന്നാർ. ഞാൻ മുറി ചെന്നപ്പോൾ ആറിൻ്റെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചേക്ക് ചങ്ങായിമാർ. എനിക്കാണെങ്കിൽ ഒന്നും തിരിയുന്നുമില്ല. ഏറ്റവും അടുത്ത ഫ്ലൈറ്റിന് ഞാൻ നാട്ടിലേക്ക് കയറ്റി. എൻ്റെ പൊരേൻ്റെ ഉമ്മറത്ത് വണ്ടി നിർത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്. ഞാൻ യാത്രയിൽ മൊത്തം വിചാരിച്ച് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തോ പറ്റിക്കുന്നു. എൻ്റെ ഉമ്മക്കും ഉപ്പക്കൊക്കെ ഇത്ര വയസ്സുണ്ട്. പടച്ചോനെ, എൻ്റെ കൽബൊന്ന് പടച്ച് എൻ്റെ തൊട്ടടുത്തുള്ള ഹുസൈനർക്കതിനോട് എൻ്റെ ഉമ്മാനെ മൂപ്പര് വേറൊന്നും ചോദിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ പുറത്തൊരു ഇതാ. ഞാൻ കൊലയിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു മയ്യത്ത് അങ്ങനെ കിടത്തേക്ക്. ഞാൻ ചുറ്റും നോക്കിയപ്പോ എൻ്റെ ഉപ്പാനാടെ കണ്ടു. പടച്ചോനെ, എൻ്റെ ഉമ്മ. ഞാൻ ആ മയ്യത്തുമ്മ തൊട്ടപ്പോ വല്ലാത്ത ചൂടാ. പൊലിച്ചക്കോള് വിളിച്ചപ്പോ പറഞ്ഞ ഉമ്മാക്ക് എന്നെ കാണാൻ പൂതിയാവുന്നു. ഓനോട് ഗൾഫൊക്കെ നിർത്തി പോരാൻ പറഞ്ഞു. ഉമ്മാൻ അവസാനമായി ഒന്ന് കാണാൻ ഒരാള് മയ്യത്തിന്റെ അടുത്തേക്ക് വന്നു. മയ്യത്തിന്റെ കെട്ടയച്ചപ്പോ എൻ്റെ അല്ലാ, എൻ്റെ കണ്ണിലും മൊത്തം ഇരുട്ടാ. പടച്ചവനോട് കുറെ സ്തുതി പറഞ്ഞു. എൻ്റെ ഉമ്മാക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ കണ്ണുറന്ന് നോക്കിയപ്പോ ഓളിങ്ങനെ ചിരിച്ച് കിടക്കുക. എൻ്റെ ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുക. കാനോത്തിൻ്റെ അന്ന് രാത്രി ഞാൻ അവളെ ആദ്യമായി തൊട്ടപ്പോ, ഞാനൊന്ന് ഉമ്മ വെക്കാൻ പോയപ്പോ അവളും മുഖത്തില്ലാതെ ചിരി. അവളിൻ്റെ ഉമ്മക്ക് വേണ്ടി കാത്തു നിൽക്കുക. ഞാനോളെ കെട്ടിപ്പിടിച്ച്
ഒരു പറയാ ആ മയ്യത്തിന്റെ ഒതു മുറിക്കണ്ടെന്ന്. ഇത് മയ്യത്തല്ല, എന്റെ റൂഹ. എനിക്കവളെ ചുംബിച്ചിട്ട് കൊതി തീർന്നില്ല. ഞാൻ എത്താൻ കുറെ വൈകിപ്പോയി, കുറെ. അവളെ കയ്യിലെപ്പോഴും മൈലാഞ്ചിണ്ടോ, ഒക്കെ എപ്പോഴും ഭയങ്കര വൃത്തിയാ. അന്ന് ആരൊക്കെയോ ചേർന്നോളൊരുക്കി എന്റെ കാനോത്തിനൊരുക്കിയ മാതിരി അന്നെന്റെ കൈ തരാനാണ്, നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാനാ ഞാൻ ആലോചിച്ചു. ഒരു പറഞ്ഞ ശരിയാ. ഓള് പരിപൂർണ ശുദ്ധിയോടെ പോയിക്കോട്ടെ, പോയിക്കോട്ടെ. എല്ലാരുടെ മയ്യത്തട്ടിന്റെ കാലം പിടിച്ച് ഓളെ പള്ളിക്കാട്ടിലേക്ക് എടുത്ത് അവസാനം മൂടുകല്ല് വെക്കുമ്പോ ഓളിങ്ങനെ ചിരിക്കുക. ഓളിനോട് ഫോൺ ചെയ്യുമ്പോ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ അവളോട് ചോദിച്ചു, ഇനി എന്താ നമ്മൾ കാണാന്ന്. എപ്പോഴും ഞാൻ പറയും പോലെ ഓളതിനുത്തരം ആ ചിരിയിലൊതുക്കി. മയ്യത്തൊക്കെ മാറാടി എല്ലാരും പോയി. اللهم جاف القبر عن جنبيها اللهم آمنه من كل الفزع ഞാൻ നീസാങ്കല്ലിലൊന്ന് കൈയച്ചപ്പോ ഓളിന്റെ ചെവിയിൽ മന്ത്രിക്ക. എന്റെ നെഞ്ചിലെ ചൂടും പറ്റി കിടക്കാൻ എനിക്ക് പൂതിയാ നിക്കാന്ന്. എന്റെ മുറിന്റെ വായിലൊറക്കുമ്പോ ഓളം മണ ഓളുണ്ട്. ഓളയച്ചിട്ട വസ്ത്രം, ഓളും മുടി കുത്തി പിന്നെ എല്ലാം ഉണ്ട്. ഓളിന്റെ അടുത്ത് പോയില്ലടാ. ഓക്ക് എൻ്റെ ഒരു കടണ്ട്. ആ ഉമ്മ ഓക്ക് എന്നാണോ ഞാൻ കൊടുക്കുന്നത് അന്നേ ഓളിൻ്റെ അടുത്തുനിന്ന് പോവും. ജീവിച്ചിരിക്കുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരാരാന്ന് നമുക്കറിയൂല.
ഓരില്ലാണ്ടാവുമ്പോയാ നമ്മൾ മനസ്സിലിങ്ങനെ കുറെ ഇഷ്ടം കൂട്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓരാഗ്രഹിക്കുമ്പോൾ ഓരിഷ്ടപ്പെടുന്നു, നമുക്കത് കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്നെപ്പോലെ 10,000 ആൾക്കാരാ മീസാകല് കിടന്നുറങ്ങുന്നവർ. ഞാൻ എങ്ങനാടാ വേറെ കല്യാണം കഴിക്ക? ഓള് ഞാൻ വിട്ടു പോയിട്ടില്ല. എൻ്റെ കെട്ടിയോളും മരിക്കാണ്ട് ഞാൻ വേറെ കല്യാണം കഴിക്കോ? എപ്പോഴെങ്കിലും എൻ്റെ ഓളില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? പോട്ടെ. ഹലോ ഹലോ, ആടി ഈ എന്തെടുക്കുക? എന്തേ? ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നാളെ പോവാട്ടോ. ഞാൻ ഇന്ന് വേഗം വരും. അതെന്താ അങ്ങനെ? അതൊന്നുമില്ല. എന്നാ ശരി. പിന്നെ വെക്കല്ലേ സോറി ട്ടോ. എന്താ പെട്ടെന്നൊരു സോറി? അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. വെക്കട്ടെ? ഓക്കെ, ശരി.